ചെറിയ ഗാർഡൻസിൻ്റെ ഫാം മാനേജർ ആതിഫാണ്. അപ്പോൾ നമ്മളിന്നുള്ളത് ഒരു മാവ് കണ്ടില്ലേ, നമ്മുടെ ഒരു ഡ്രമ്മിലുള്ള ഒരു ഹാഫ് ബാരൽ ഡ്രമ്മിലുള്ള ഒരു മാവാണ്. ഇത് നാസിക് പസന്ത് റൈറ്റാണ്. ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നന്നായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു കാണാൻ നല്ല ഭംഗിയുള്ളൊരു മാവാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിങ്ങനെ ബുഷായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ വെട്ടി നിർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്കൊരു ബുഷി അറ്റ്മോസ്ഫിയർ, അത് നമുക്ക് എന്താ പറയുക, ഒരു ബുഷ് നിൽക്കുന്ന പോലെ മരം നിർത്താൻ കഴിയും. ഇപ്പോൾ നമ്മുടെ താഴെ റോസിനെ പോലെയൊക്കെ ചെറുതായിട്ട് അങ്ങനെ വലിയ ഹൈറ്റൊക്കെ നമുക്ക് വെട്ടി നിർത്തുകയാണെങ്കിൽ നല്ല കോട്ടമാരി നിർത്തതിന്. ഇതിപ്പോൾ നമ്മൾ അടിയിൽ നിന്ന് വെട്ടി ഒതുക്കി നിർത്തിയാണ്, പ്രൂണിങ് കഴിഞ്ഞു, അതാണ് കുറച്ചൊരു കുറവുള്ളത്. മറ്റേ നമ്മൾ വെട്ടി നിർത്തി കഴിഞ്ഞാൽ നല്ല കോട്ടമായി നിർത്താൻ കഴിയും. അപ്പം ആളുകൾക്ക് വീടിൻ്റെ മുമ്പിലേക്കൊക്കെ വെക്കാൻ, ഒരു ആകർഷണത്തിന് വെക്കാനൊക്കെ ഈ മാവ് നന്നായിട്ട് പോകാറുണ്ട്. കൂടുതലായിട്ടും ആകർഷണപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഈ മാവ് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ കാണാനുള്ള ഭംഗിയാണ്. റെഡ് ഷേർട്ടുള്ള മാവും നല്ല ബുഷായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ വീട്ടിൽ മുമ്പിൽ വെക്കാൻ നല്ല ഭംഗിയാണ്. പിന്നെ കുറച്ച് അടിവാക്ക് വെട്ടി അതിനുള്ളൊരു ടേബിൾ പോലെ കിട്ടാൻ ആളുകൾക്ക് ഇരിക്കാനൊക്കെ അങ്ങനെ കൂടുതലായിട്ടും പോകുന്ന ഒരു മാവുകളിൽ പെട്ട മെയിൻ മാവ് ഈ നാസിക് പസന്താണ്. കാരണം ഇതിൻ്റെ എല്ലാ കണ്ടില്ലെങ്കിലൊരു കാണാനുള്ള ഭംഗി വേറെയാണ്. അപ്പോൾ ഇങ്ങനത്തെ മാവുകൾ ഇതുപോലെ തന്നെ നമുക്ക് ലാൻഡ്സ്കേപ്പിങ്ങിനും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന, അപ്പം ഇതിനെ പറ്റുന്ന മറ്റു ഐറ്റംസാണ് നമ്മുടെ വെരിഗേറ്റർ ആയിട്ടുള്ള ടൈപ്സ്. വെരിഗേറ്റർ ലെമൺ ആയിക്കോട്ടെ, വെരിഗേറ്റർ ചിക്കു ആയിക്കോട്ടെ, അതും ഇതുപോലെ തന്നെ നമുക്ക് കാണാനുള്ള ഭംഗിയും കൂടെ ഫ്രൂട്ടിൻ്റെ ഒപ്പം കിട്ടും. അപ്പം അങ്ങനെയുള്ള പർപ്പസ് കൂടുതലായിട്ട് ഇങ്ങനത്തെ ഉള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മാവ് ഇപ്പം നിങ്ങൾ ഇത് ഡ്രമ്മിലാണുള്ളത്. ഡ്രമ്മിലാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ സാധാരണ മണ്ണിൽ വെക്കുന്ന മാതിരി ആവില്ല. ഇതിൻ്റെ വേരുകൾക്കും കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ പുറത്ത് പോകണമെന്ന് കഴിയില്ല. അപ്പോൾ നമ്മളെപ്പോഴും ജസ്റ്റ് ഇത് വെള്ളം തെറിക്കാതിരിക്കാൻ മുകളിൽ ചകിരി വെക്കുന്നതാണ്. ഇതിൻ്റെ പോത്ത് മിക്സാണ് ഉണ്ടാവുക, മണ്ണും വളവും ചകിരിച്ചോറും കൂടി മിക്സ് ആയിട്ടാണ് ഉണ്ടാവുക. ഒരു കൊട്ട മണ്ണ്, ഒരു കൊട്ട വളം, ഒരു കൊട്ട ചകിരിച്ചോറുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. കാരണം നീർവാഴ്ച ഉറപ്പുവരുത്താനും വളങ്ങൾ നിൽക്കാനൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ ഓരോ മാസം കഴിയുന്തോറും, ഈ 2 മാസം കൂടുമ്പോൾ നമ്മൾ ഇതിൽ ലിക്വിഡായിട്ടുള്ള വളങ്ങൾ കുറച്ച് ഇതിലേക്ക് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഒരു ഡ്രമ്മിലെപ്പോഴും ചെയ്യുമ്പോൾ മുഴുവനായിട്ട് നടക്കാതെ എപ്പോഴും ഡ്രമ്മിൻ്റെ ഒരു 3/4 താഴത്ത് നിറച്ച് വെക്കുക. പിന്നെ ആവശ്യത്തിന് ലെയറായിട്ട് തൈകൾ മെല്ലെ കുറച്ച് പൊടിമിക്സ് ഇട്ട് കൊടുത്തെടുത്തു അങ്ങനെ വളർത്താണ് വേണ്ടത്. എല്ലാം ഒറ്റടി കിട്ടാൽ ഒരു വർഷം കഴിയുമ്പോൾ വളം കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാൻ കഴിയില്ല, ഡ്രമ്മ് ഫുള്ളായി പോകും. കുറച്ച് ഇടുക. പിന്നെ അപ്പോൾ ലിക്വിഡായിട്ടുള്ള വളങ്ങൾ, ഇങ്ങനത്തെ നമ്മുടെ ലിക്വിഡായിട്ട് കിട്ടുന്ന PGR പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസ് ആയിട്ടുള്ള വളങ്ങളുണ്ട്. ഇതിന് വേണ്ടി 13-00-45 ഓൾ 90-19 അങ്ങനത്തതോ, അല്ലെങ്കിൽ നമ്മൾ പുളിപ്പിച്ചിട്ടുള്ള പിണ്ണാക്കിൻ്റെയും അതുപോലെ കടലപ്പിണ്ണാപ്പിൻ്റെയൊക്കെ വളങ്ങളൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുത്ത് അങ്ങനെയാണ് നമ്മളിതിനെ വളർത്തേണ്ടത്. എല്ലാ മാസം ഒഴിച്ചു കൊടുക്കുന്നത് തൈക്കെല്ലാം സ്ട്രെങ്ത് നൽകും. പ്രൂണിങ്ങും അതിനൊപ്പം തന്നെ ചെയ്തു പോകണം, അപ്പോഴേ തൈ ഇതിൻ്റെ ഒരു ഭംഗി നിലനിർത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ തൈകളും അതുപോലെ തന്നെ ഇതിൻ്റെ ഐറ്റംസൊക്കെ നമ്മുടെ ചെറിയ ഗാർഡൻസിൽ അവൈലബിൾ ആണ്. നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി ആയിട്ടും കൂടുതലായിട്ട് എത്തിച്ചു തരാനും ഒക്കെ നമ്മുടെ ഗാർഡനിലെ സജ്ജീകരണങ്ങളുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരം ലഭിക്കും.